ഈ സയൻസ് എക്സാമിന് ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ പറയുമ്പം എനിക്ക് വലിയ ഡ്രോയിങ് സ്കില്ലൊന്നുമില്ല, ഞാൻ വരച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മൂലയിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് വരച്ചു വയ്ക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ നല്ലോണം ഡയഗ്രാം വരച്ച് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാത്തത്. ഇത് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിക്കും ബയോളജി എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഡയഗ്രാം പോലും ഇതൊക്കെ ചോദിക്കുമെന്ന്. തീർച്ചയായിട്ടും ചെറിയ ഡയഗ്രാം, സിസ്റ്റോമാറ്റ, അതുപോലെ തന്നെ ബഡ്ഡിങ് ഓഫ് ഹൈഡ്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം ഇതിൻ്റെ ഹെഡിങ് ഒന്ന് എഴുതുക. ആവശ്യത്തിന് വലിപ്പം ഉണ്ടായിരിക്കണം നിങ്ങൾ വരയ്ക്കുന്ന ഡയഗ്രാമിന്. ഭംഗിക്കല്ല കാര്യം ഇരിക്കുന്നത്, അത് സ്ട്രക്ചേർഡായിട്ട് നല്ല നീറ്റായിട്ട് വരയ്ക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. മാർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചുമ്മാ കൈകൊണ്ട് വരയ്ക്കാതെ ഒരു റൂളർ വെച്ചിട്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ച് കാണിക്കുക. ഒരുപാട് ആരോസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് ടീച്ചർ അതിനകത്തുനിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ കണ്ടുപിടിച്ചെടുക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ഇനി ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം, അതുപോലെ തന്നെ മാഗ്നറ്റിക് ലൈൻസ്, റേ ഡയഗ്രാം ഒക്കെ ഉണ്ടാകുമ്പം അതിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ തെറ്റിച്ചാൽ നിങ്ങളുടെ മാർക്ക് കംപ്ലീറ്റ് പോകും. ഇനി ഗ്രാഫാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പിള്ളേർ കാണിക്കാറുള്ളതാണ് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും, വേണ്ട ഗ്രാഫും വരയ്ക്കും. അങ്ങനെയല്ല, എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗ്രാഫിന് ഒരു അർത്ഥവുമില്ല, നിങ്ങളുടെ മാർക്ക് കംപ്ലീറ്റ് പോകും. ഇനി ഇപ്പോൾ കെമിസ്ട്രി ആണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ കാത്തോഡും ആനോഡും ഒക്കെ വരയ്ക്കുകയാണ്. നിങ്ങൾ ടെർമിനൽ മാറ്റി ചോദിച്ചോ, പോസിറ്റീവിന് വരാൻ നെഗറ്റീവ് ടെർമിനൽ ഇട്ടെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ മാർക്ക് കംപ്ലീറ്റ് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബുക്ക്, ഒരു വരയിടാത്തൊരു ബുക്ക് എടുക്കുക. അത് ഡയഗ്രാംസ് വരയ്ക്കാൻ വേണ്ടി മാത്രം, ഒരു പേജിൽ ഒരു ഡയഗ്രാം മാത്രം, എന്നിട്ട് അത് നീറ്റായിട്ട് ലേബൽ ചെയ്യുക. എന്നിട്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സെൻറ്റൻസായിട്ട് താഴെ എഴുതുക. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ ഡയഗ്രാം ബുക്കായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കും. എക്സാം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ അതൊന്ന് മറിച്ച് നോക്കിയാൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ വരച്ചും കൂടെ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാമിനുള്ള ഫുൾ മാർക്കും കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഡ്രോയിങ് സ്കിൽ വലുതായിട്ടൊന്നും ഇവിടെ വേണ്ട. വരയ്ക്കുന്നത് നീറ്റായിട്ട് വരയ്ക്കുക, സ്ട്രക്ചേർഡായിട്ട് നിങ്ങളത് റെപ്രസെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. താങ്ക്